അട്ടപ്പാടിയുടെ ദുരിതകഥകൾ ഏറെ പറഞ്ഞു കഴിഞ്ഞതാണ്. അട്ടപ്പാടി ഇന്ന് മറ്റൊരു വഴിത്തിരിവിലാണ്. കാരണം അട്ടപ്പാടിയിലെ ആദിവാസി ഭൂമി ഇന്ന് കോർപ്പറേറ്റുകളുടെ കൈകളിലാണ്. എങ്ങനെയാണ് അട്ടപ്പാടിയിലെ ഈ തരിശായ കൃഷിയോഗ്യമല്ലാത്ത വരണ്ട ഭൂമി കോർപ്പറേറ്റുകൾ വാങ്ങിക്കൂട്ടുന്നത്? എങ്ങനെയാണ് സർക്കാർ സംവിധാനങ്ങൾ, റവന്യൂ വകുപ്പ്, വനം വകുപ്പ്, രജിസ്ട്രേഷൻ വകുപ്പ് ഇവയെല്ലാം ഭൂമാഫിയെ സഹായിക്കുന്നത്? നേർക്കാഴ്ച ഈ ലക്കം അന്വേഷിക്കുന്നത് ഇക്കാര്യമാണ്. ഭരണകൂടം എങ്ങനെയാണ് ഭൂമാഫിയയ്ക്ക് വേണ്ടി ആദിവാസികൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അഗളി ടൗണിൽ അഗളി വില്ലേജ് ഓഫീസിന് തൊട്ടു മുമ്പിൽ കാണുന്ന 4 ഏക്കർ ഭൂമി. ആദിവാസികളുടെ ഈ ഭൂമി ഭൂമാഫിയയ്ക്ക് വേണ്ടി വ്യാജ ആധാരങ്ങളുണ്ടാക്കി രജിസ്റ്റർ ചെയ്തു നൽകാൻ ഭരണകൂടം, അതായത് റവന്യൂ വകുപ്പും രജിസ്ട്രേഷൻ വകുപ്പും ജുഡീഷ്യറിയുടെ സഹായത്തോടെ കൂട്ടുനിന്നു. ഏറ്റവും ഒടുവിൽ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഭൂമാഫിയ ഈ 4 ഏക്കർ വരുന്ന ആദിവാസി ഭൂമി കയ്യേറുകയാണ് ഉണ്ടായത്. അഗളി ടൗണിൽ ഒത്ത നടുക്ക് സംഭവിക്കുന്ന ഇക്കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അട്ടപ്പാടിയുടെ ഇന്നത്തെ നേർചിത്രമാണ് വരച്ചു കാട്ടുന്നത്. നാഗമൂപ്പനും കുടുംബവും പരമ്പരാഗതമായി കൈവശം വെച്ചു പോന്ന ഭൂമിയാണ് ഇത്. സെന്റിന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഈ ഭൂമി നാഗമൂപ്പൻ അറിയാതെ ഭൂമാഫിയ മറ്റു ചിലർക്ക് വ്യാജ ആധാരങ്ങൾ ഉണ്ടാക്കി വിറ്റു. ആദിവാസികളുടെ ഭൂമി ഇങ്ങനെ കയ്യേറുന്നത് അവരുടെ ഭൂമി സംരക്ഷിക്കാനുള്ള നിയമങ്ങളെ നോക്കുകുത്തിയാക്കിയാണ്. അഗളി വില്ലേജ് ഓഫീസിൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ആദിവാസികൾക്ക് അനുകൂലമായി വിധിയായിട്ടുള്ള 4 ഏക്കർ ഭൂമി കൃത്രിമ രേഖയുണ്ടാക്കി വൻ ഭൂമാഫിയകൾ തട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അനുകൂലമായി വില്ലേജ് ഓഫീസർ നികുതി റെസീറ്റും മറ്റും നൽകി. TLA കേസ് അനുസരിച്ച് ആദിവാസികൾക്ക് ഒറ്റപ്പാലം RDA വിധിയായ ഭൂമി സംരക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം അഗളി വില്ലേജ് ഓഫീസർക്കും അതുപോലെ അഗളി സബ് രജിസ്റ്റർ ഓഫീസർക്കുണ്ട്. അത്തരത്തിൽ ഉത്തരവിൻ്റെ ഒരു കോപ്പി വില്ലേജ് ഓഫീസർക്കും ഒന്ന് സബ് രജിസ്റ്റർ ഓഫീസർ അയച്ചിട്ടുള്ളതാണ്. എന്നിട്ട് പോലും ഈ അഗളി വില്ലേജ് ഓഫീസിന് തൊട്ട് മുന്നിലുള്ള ഭൂമി മറ്റുള്ള ആളുകൾക്ക് നികുതി റെസീറ്റ് കൊടുത്ത് വിൽപ്പന നടത്താൻ വില്ലേജ് ഓഫീസറും ഇവരും കൂടെ കൂട്ടുനിന്നു. ഇതിന് കോടതിയിലെ മജിസ്ട്രേറ്റ് വരെ അവരെ ഇനി തെറ്റിദ്ധരിച്ചിട്ടാണോ ആരെങ്കിലും കൂടെ മജിസ്ട്രേറ്റ് വരെ ഈ ഭൂമി വിൽക്കാൻ കൂട്ടുനിന്നിരിക്കുകയാണ്. അപ്പോൾ വില്ലേജ് റവന്യൂ അധികാരികൾ ആദിവാസികളുടെ ഭൂമി തട്ടിപ്പ് നടത്താൻ കൂട്ടുനിൽക്കുന്നതിന് വളരെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് അഗളി വില്ലേജ് ഓഫീസിന് മുമ്പിൽ നാഗമൂപ്പന് അനുകൂലമായി വിധിയായിട്ടുള്ള 4 ഏക്കർ ഭൂമി. നാഗമൂപ്പന്റെ അഗളി ടൗണിലെ വില്ലേജ് ഓഫീസിന് തൊട്ടു മുമ്പിലുള്ള ഭൂമി ഒരു ഉദാഹരണം മാത്രമാണ്. അട്ടപ്പാടിയിൽ മുമ്പ് ആദിവാസികളെ വഞ്ചിച്ച് പലരും അവരുടെ ഭൂമി കയ്യേറിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മറ്റ് പലയിടങ്ങളിലും സംഭവിച്ചതുപോലെ തന്നെ അവർക്ക് പകരം ഭൂമി നൽകാനായി 1999 ആദിവാസി ഭൂനിയമം ഭേദഗതി ചെയ്തു. ആദിവാസികൾക്ക് പകരം ഭൂമി നൽകാനും ധാരണയായി. ഇവിടെ എല്ലാവരും ഭൂമിയുള്ളവരായിരുന്നു ഈ അട്ടപ്പാടിയിൽ. അവരൊക്കെ ഈ കഞ്ചാവിന്, ഈ പുകലയ്ക്കും നിസ്സാരമായ പ്രലോഭനങ്ങളിൽ കുടുങ്ങിയിട്ടാണ് അധികം ആരംഭകാലങ്ങളിലൊക്കെ പോയിട്ടുള്ളത്. ഇപ്പം അടുത്ത കാലത്തൊന്നും അങ്ങനെയല്ല. മുമ്പ് ഒന്നും അറിയില്ല, എഴുത്തും വായന അറിയില്ല, ലോകവിവരങ്ങളൊന്നുമില്ല. അപ്പോൾ അവരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ അവർക്ക് വലിയ സൗകര്യമായിരുന്നു ഈ പുറമേ നിന്ന് വരുന്നവർക്ക്. ഇതിന് പ്രായോഗികമായ ഒരു മാർഗം കണ്ടുപിടിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഒരു ബില്ലിന് രൂപം നൽകിയത്. കേരളത്തിലെ എല്ലാ ആദിവാസികളും 1 ഏക്കർ ഭൂമിയുടെയെങ്കിലും ഉടമസ്ഥരായിരിക്കണം. 1 ഏക്കർ ഇല്ലാത്തവർക്ക് 1 ഏക്കർ തികയാൻ എത്ര ഭൂമി വേണോ അത്രയും ഭൂമി കൊടുക്കുകയും ഇല്ലാത്തവർക്ക് 1 ഏക്കർ ഭൂമി കൊടുക്കുകയും ചെയ്തുകൊണ്ട് പരിപൂർണമായും അവരുടെ ഭൂമിയുടെ പ്രശ്നം പരിഹരിക്കണം. തിരിച്ചെടുക്കാൻ കഴിയുന്ന ഭൂമികൾ പരിശോധിച്ചിട്ട് തിരിച്ചെടുക്കേണ്ടതാണെങ്കിൽ നിർബന്ധമായും അത് തിരിച്ചെടുക്കണം. എന്നാൽ ആ ഭൂമി അളന്ന് തിരിച്ചു നൽകാൻ ഒരിക്കൽ പോലും റവന്യൂ വകുപ്പ് തയ്യാറായിട്ടില്ല. തങ്ങളുടെ ഭൂമി എവിടെയാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ആദിവാസികൾ കുഴങ്ങിയപ്പോൾ ആ ഭൂമിയെല്ലാം കോർപ്പറേറ്റുകളും ഭൂമാഫിയയും കയ്യേറുകയായിരുന്നു. സർവേ നമ്പർ 1819-ൽപ്പെട്ട കോട്ടത്തറ വില്ലേജിലെ ഈ ഭൂമി 1000-ലധികം ഏക്കർ വരും. ഇവിടെ 1984-ൽ ഭൂരഹിതരായ ആദിവാസികൾക്ക് സർക്കാർ പട്ടയം നൽകി. അളന്ന് തിരിച്ചു നൽകാത്തതിനാൽ ഇവിടെ കൃഷി ചെയ്തില്ല. ഇതേ ഭൂമിയിലെ പട്ടയങ്ങൾ 99-ൽ റദ്ദ് ചെയ്ത് വീണ്ടും 150ഓളം പേർക്ക് പട്ടയം നൽകി. എന്നാൽ ഇന്ന് ഈ ഭൂമി ഭൂമാഫിയയുടെ കയ്യിലാണ്. ഇതാണ് റോഡ്, നേരത്തെ കിടന്ന റോഡ്. അതിൻ്റെ ഇപ്പുറം നമ്മളെ കാണിച്ചു തന്ന ഹരിതകരിലാണ് നമ്മൾ സ്ഥലം എന്ന് പറഞ്ഞാൽ. നേരത്തെ ചോളൊക്കെ കിട്ടിയപ്പോൾ ചോളമൊക്കെ ഓട്ടായിരുന്നു. പിന്നെ അതിനപ്പുറം ഒന്നും ചെയ്തിട്ടില്ല. അപ്പോഴേക്ക് ഈ വന്യമൃഗങ്ങളെ ശല്യ കാരണം പേടിച്ചിട്ട് പോയതാണ്. പിന്നെ ചെയ്തിട്ടൊന്നുമില്ല. ഈ
സംഭവത്തിൽ പരാതി കൊടുത്തിട്ട് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല? നടപടി ഒന്നുമില്ല സാർ. ആ സ്ഥലം നമ്മുടെ ഒരു കോയമ്പത്തൂരുള്ള ഒരു വലിയ എസ്റ്റേറ്റുകാരൻ്റെ എസ്റ്റേറ്റിൻ്റെ മുകളിലാണ്. ആ സ്ഥലം പോയി കണ്ടു. അവിടെ കോഫി ബോർഡുകാരെ കൊണ്ട് പരിശോധിപ്പിച്ചു. കോഫി ബോർഡുകാർ അവിടെ പണം അനുവദിച്ചു. കോഫി ടീ പ്ലാന്റ് ചെയ്യാനുള്ള പ്ലാന്റേഷൻ്റെ വർക്കുകൾ അവിടെ ആരംഭിച്ചു. അങ്ങനെയാണ് ആ ഭൂമി നമ്മൾ ടേക്കപ്പ് ചെയ്തത്. എന്നിട്ട് അതോടുകൂടിയിട്ടാണ് ആദിവാസികൾക്ക് നമ്മൾ പട്ടയം കൊടുക്കുന്നത്. ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂമിക്ക്, നഷ്ടപ്പെട്ട ഭൂമിക്ക് പകരം എനിക്കും 2 ഏക്കർ ഭൂമി ആ കാണുന്ന വല്ലിമലയുടെ മുകളിലുള്ള സ്ഥലമാണ് അനുവദിച്ച് തന്നത്. അതിനുള്ള പട്ടയവും എനിക്ക് തന്നിട്ടുണ്ട്. 1917 സർവേയിൽപ്പെട്ട ഫ്ലോട്ടാണ് അനുവദിച്ചത്. പക്ഷേ ആ ഫ്ലോട്ട് ഏതാണെന്ന് ഇതുവരെ അളന്നു തരികയോ മറ്റോ ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ 1,40,00,000 രൂപയുടെ തേയിലത്തോട്ടം ഞങ്ങൾക്ക് വേണ്ടി, അതായത് 130 പേർക്ക് വേണ്ടി നിർമ്മിച്ചതായിട്ട് രേഖകൾ കാണുന്നുണ്ട്. പക്ഷേ ഒരു തേയിലച്ചെടി പോലും ഇന്നും അവിടെയില്ല. പക്ഷേ 1917 ഈ തേയിലത്തോട്ടം പണി കഴിഞ്ഞ ഉടൻ തന്നെ അത് ഫോറസ്റ്റ് ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കുകയും ആ ഭൂമി അവരുടെ കസ്റ്റഡിയിലാക്കുകയും ചെയ്തു. ഗവൺമെൻറ് പറയുമ്പോൾ ആദിവാസികൾക്ക് ഭൂമിയുടെ കാര്യം പറയുമ്പോൾ മാത്രം കാട്ടാനയാണെന്നും കാട്ടുപോത്താണെന്നും ഭയങ്കര പ്രശ്നമാണെന്നും വെള്ളമില്ല വെളിച്ചമില്ലെന്നൊക്കെ പറയും. പക്ഷേ ഇത്തരമുള്ള വൻകിട കുത്തക കമ്പനികൾക്ക് എത്ര കോടി രൂപ സബ്സിഡി കൊടുത്താണെങ്കിലും ഈ ഭൂമി കയ്യേറാൻ ഗവൺമെൻറ്റും പാലക്കാട് ജില്ലയിലെ ഭരണകൂടവും ഒത്താശയോടുകൂടി ആദിവാസികളുടെ ഭൂമി വ്യാപകമായി കയ്യേറി നടന്നിരിക്കുകയാണ്. ആദിവാസികളുടെ ഭൂമിയും സർക്കാർ മിച്ചഭൂമിയും ഉൾപ്പെടെ അട്ടപ്പാടിയിലെ ഭൂമി മുഴുവൻ നിയമപരമായി ഒരുതരം ദ്രാവകാവസ്ഥയിലാണ്. ആർക്കും ഏതു വിധേനയും പരിവർത്തിപ്പിക്കാനും കയ്യേറ്റം ചെയ്യാനും സാധിക്കും വിധം റവന്യൂ സംവിധാനവും രജിസ്ട്രേഷൻ സംവിധാനവും കുത്തഴിഞ്ഞു കിടക്കുന്നു. ഇതാണ് അട്ടപ്പാടിയിലെ ഭൂമി ആർക്കും വ്യാജരേഖകൾ ചമച്ച് കയ്യേറാൻ കഴിയും വിധം ഉദ്യോഗസ്ഥർക്ക് ഭൂമാഫിയയോട് കൈകോർത്ത് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കിയത്. അട്ടപ്പാടിയിലെ ഭൂമി ഇടപാടുകൾ പരിശോധിച്ചാൽ കഴിഞ്ഞ 15 വർഷക്കാലമായി റവന്യൂ വനം വകുപ്പുകൾ ഒത്തുകളിക്കുകയും സാധാരണക്കാരുടെ ഭൂമി അളന്നു തിട്ടപ്പെടുത്താനോ അത് വേർതിരിച്ച് നൽകാനോ അതിരുകൾ നിശ്ചയിക്കാനോ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് കാണാം. മാറി മാറി വരുന്ന സർക്കാരുകൾ അട്ടപ്പാടിയിലെ ഭൂമിയുടെ ബേസിക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് പോലും വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ ലഭ്യമാക്കുന്നില്ല എന്ന് മാത്രമല്ല, കോർപ്പറേറ്റുകൾക്ക്, കാറ്റാടി കമ്പനിയുമായി ബന്ധപ്പെട്ട അത്തരം കോർപ്പറേറ്റുകൾക്ക് അട്ടപ്പാടിയിലെ ഭൂമി വാങ്ങുന്നതിനും കൃത്രിമ രേഖകൾ ചമയ്ക്കുന്നതിനും അത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് ലോൺ എടുക്കുന്നതിനും ഒക്കെയുള്ള സഹായം ചെയ്യുന്ന രീതിയിലാണ് പാലക്കാട് ജില്ലയിൽ റവന്യൂ വകുപ്പ് പ്രവർത്തിക്കുന്നത്. സർവേ നടപടി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. സർവേ നടപടി വീണ്ടും തുടരേണ്ടതുണ്ട്. അപ്പോൾ അത് സർവേ നടന്നു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് ഒരുപാട് പരാതികൾ വരുന്നുണ്ട്. ലക്ഷക്കണക്കിലാണ് പരാതി വരുന്നത്. അത് സ്വാഭാവികമാണ്. അപ്പോൾ ആ പരാതി വരാതെ കഴിക്കാൻ തക്ക തരത്തിലുള്ള ഒരു സർവേ എങ്ങനെ വിശ്വാസത്തിൽ ജനങ്ങളെ എടുത്ത് നടത്താമെന്നുള്ളതിനെ കുറിച്ച് കൂടി പരിശോധിച്ച ശേഷം തുടങ്ങാൻ വെച്ചിട്ടാണ് ഇപ്പോൾ നിർത്തി വെച്ചിട്ടുള്ളത്. റവന്യൂ ഭൂമിയോ ആദിവാസികളുടെ ഭൂമിയോ വ്യാജരേഖ ചമച്ച് സർക്കാരിന് തന്നെ കൈമാറുന്ന ഭൂമാഫിയ അട്ടപ്പാടിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ഏക്കർ മിച്ചഭൂമി സർക്കാരിന് അട്ടപ്പാടിയിൽ ലഭ്യമായിരിക്കെ വികസന പ്രവർത്തനങ്ങൾക്കായി ഭരണകൂടം തന്നെ ഈ ഭൂമാഫിയയെ ഭൂമിക്ക് വേണ്ടി സമീപിക്കുന്നു. മുൻകാലങ്ങളിൽ വൻകിട കർഷകരും കുടിയേറ്റക്കാരുമാണ് ആദിവാസികളുടെ ഭൂമിക്കായി അട്ടപ്പാടിയിൽ എത്തിയതെങ്കിൽ ഇന്ന് ആ സ്ഥാനത്ത് കോർപ്പറേറ്റുകളാണ്. VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് ഏറെ വിവാദമായതാണ് കാറ്റാടി ഭൂമി കുംഭകോണം. 2010 ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് പുറത്തു വന്നു. അട്ടപ്പാടിയിൽ കോർപ്പറേറ്റുകൾ എങ്ങനെയാണ് ഭൂപരിധി നിയമവും ആദിവാസി ഭൂമി നിയമവും ലംഘിച്ച് ഭൂമി വാങ്ങിക്കൂട്ടിയത് എന്നതിൻ്റെ നേർചിത്രമായിരുന്നു ആ റിപ്പോർട്ട്. എന്നാൽ പിന്നീട് വന്ന UDF സർക്കാരോ അതിനുശേഷം വന്ന LDF സർക്കാരോ ഈ റിപ്പോർട്ട് അവഗണിക്കുകയായിരുന്നു. ഈ റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാത്തതുകൊണ്ട് മാത്രം അട്ടപ്പാടിയിൽ കോർപ്പറേറ്റുകളുടെ വിളയാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. വീണ്ടും അവർ ഭൂമി വാങ്ങിക്കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു.
2005 മുതലാണ് അട്ടപ്പാടി കോർപ്പറേറ്റുകളുടെ ആകർഷണ കേന്ദ്രമായി മാറുന്നത്. ആദിവാസി ഭൂമി വ്യാപകമായി കോർപ്പറേറ്റുകൾ വാങ്ങിക്കൂട്ടി. റവന്യൂ രജിസ്ട്രേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും അട്ടപ്പാടിയുടെ വികസന പദ്ധതിയായ അഹാഡ്സിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന ഭൂമാഫിയയാണ് ഇതിന് കോർപ്പറേറ്റുകളെ സഹായിച്ചത്. 2007 അന്ന് പ്രതിപക്ഷത്തായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അട്ടപ്പാടിയിൽ നടന്ന ഈ ഭൂമിക്കൊള്ള രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നത്. അന്നത്തെ VS അച്യുതാനന്ദൻ സർക്കാർ ചീഫ് സെക്രട്ടറി P. പ്രഭാകരന്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ നിയോഗിച്ച് അന്വേഷണം നടത്തി. സംസ്ഥാന ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാവാത്ത ഭൂമിക്കൊള്ളയുടെ വിവരങ്ങളാണ് അന്വേഷണ റിപ്പോർട്ടിലൂടെ പുറത്തുവന്നത്. പൂനെ ആസ്ഥാനമായ സർജൻ റിയൽറ്റേഴ്സ് എന്ന സ്ഥാപനം ഭൂപരിധി നിയമവും ആദിവാസി ഭൂനിയമവും ലംഘിച്ച് 100 കണക്കിന് ഏക്കർ ഭൂമി വാങ്ങിക്കൂട്ടിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ആദിവാസികൾക്ക് തുച്ഛമായ തുക നൽകിയും കബളിപ്പിച്ചും ഭൂമി വാങ്ങിക്കൂട്ടിയതു കൂടാതെ ആദിവാസികൾ അറിയാതെ അവരുടെ ഭൂമി വ്യാജരേഖകൾ ചമച്ച് അവർ കൈക്കലാക്കിയതായും കണ്ടെത്തി. പക്ഷെ അന്നു മുതൽ ഞങ്ങൾക്ക് കണ്ടത് ഒരു സർവേ നമ്പറിൽ 150 ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ അതിനകത്ത് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് 200-300 ഏക്കർ ഭൂമിയാണ്. ഇല്ലാത്ത ഒരു ഭൂമി എങ്ങനെ ഒരു സർവേ നമ്പറിൽ രജിസ്റ്റർ ചെയ്യും? ഈ രീതിയിൽ വ്യാജ രേഖകൾ ചമച്ചാണ് അട്ടപ്പാടിയിൽ അന്ന് സുസ്രോണിന് വേണ്ടി സ്പർജൻ റിയാലിറ്റേഴ്സ് എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഈ ഭൂമി വാങ്ങിക്കൂട്ടിയത്. നമ്മുടെ ഭൂമി നിയമത്തിൻ്റെ ഏറ്റവും വലിയ ലംഘനം കൂടിയാണത്. കാരണം ഒരു പ്ലാന്റേഷൻ ആണെങ്കിൽ ഒരാൾക്ക് എത്ര വേണേ ആകാം. പക്ഷേ ഒരു വെറും ഭൂമി ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് 15 ഏക്കർ കൂടുതൽ പാടില്ല എന്ന് പറയുമ്പോൾ 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് ഏക്കർ ഭൂമി വാങ്ങി കൂട്ടുമ്പോൾ അതിന് എന്ത് അടിസ്ഥാനമുണ്ട്? സർക്കാർ എന്ത് ചെയ്യുന്നു? സർജൻ റിയൽറ്റേഴ്സ് തട്ടിയെടുത്ത ഭൂമിയിൽ കാറ്റാടികൾ സ്ഥാപിച്ച് അവർ മറിച്ചുവിറ്റു. 32 കാറ്റാടികളാണ് അവർ സ്ഥാപിച്ചത്. ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആദിവാസി ഭൂമി തിരിച്ചുപിടിക്കണമെന്നും ചീഫ് സെക്രട്ടറി ശുപാർശ ചെയ്തു. എന്നാൽ VS സർക്കാർ ഈ റിപ്പോർട്ടിന്മേൽ നടപടിയെടുത്തില്ല. കാറ്റാടി ഭൂമി കുംഭകോണം ഉയർത്തിക്കൊണ്ടുവന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടർന്നു വന്ന UDF സർക്കാരിൽ റവന്യൂ മന്ത്രിയായിട്ടും ഈ റിപ്പോർട്ടിന്മേൽ നടപടിയൊന്നുമുണ്ടായില്ല. ഈ രാഷ്ട്രീയ വഞ്ചന യഥാർത്ഥത്തിൽ അട്ടപ്പാടിയെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്നതിനാണ് വഴിവെച്ചത്. ആര് കൈവശമായിട്ട് വിറ്റ് രേഖ എടുത്ത് കൊടുത്തൊന്നും ഞങ്ങൾക്കറിയില്ല. പിന്നെ പോസ്റ്റ് കൊടുന്ന് വെക്കുമ്പോഴാണ് ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ആരാ ഇങ്ങനെ പോസ്റ്റ് വലിച്ച് വെക്കണമെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാറ്റടിക്കാരെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള ഓരോ പോസ്റ്റിന് ഇത്ര റുപ്യ വെച്ച് ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞതേ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ആരും ഒപ്പിട്ട് കൊടുത്തതും ഇല്ല, വാങ്ങിയതും ഇല്ല. പിന്നെ എന്താണ് ഏതാണെന്നും പിന്നെ ഡൽഹി വരെ പോയി. ഇങ്ങനെയാണ് ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് കാറ്റാടി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിൽ കൃഷി ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് അതിൻ്റെ ഒരു വരുമാനം കിട്ടണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയതാണ്. പിന്നെ അത് പോയിട്ട് ഇതുവരെ ഒന്നും കിട്ടിയില്ല. കാറ്റാടി ഭൂമി കുംഭകോണത്തിൽ ആദിവാസി ഭൂമിയാണെന്ന് ചീഫ് സെക്രട്ടറി കണ്ടെത്തിയ കോട്ടത്തറ വില്ലേജിലെ 1275 സർവേ നമ്പറിൽപ്പെട്ട ഭൂമിയിൽ ആകെയുള്ളത് 230 ഏക്കർ മാത്രമാണ്. അഗളി സബ് രജിസ്ട്രാർ ഓഫീസിൽ ഈ സർവേ നമ്പറിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആധാരങ്ങൾ 600-ലധികം ഏക്കറിൻ്റെതാണ്. ഇല്ലാത്ത ഭൂമിയിലെ ഈ ആധാരങ്ങൾ പണയം വെച്ച് സംസ്ഥാന സഹകരണ ബാങ്കിൽ നിന്ന് 20 കോടിയിലധികം രൂപയാണ് 20ഓളം പേർ വായ്പയായി എടുത്തിട്ടുള്ളതെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ആകെയുള്ള 224 ഏക്കർ ഭൂമിയുള്ള 12 സർവേ നമ്പറിൽ 600 ഏക്കർക്ക് ഡോക്യുമെൻ്റുകൾ ഉണ്ടാക്കുന്നു. ഈ 600 ഏക്കർക്ക് ഡോക്യുമെൻ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് റവന്യൂ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇത് പിന്നെ ആദിവാസികളോ അല്ലെങ്കിൽ മറ്റുള്ള കർഷകരോ ഉണ്ടാക്കുന്നതല്ല. നികുതി റെസീറ്റ്, പോസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ്, NOC ഇതെല്ലാം ഉണ്ടാക്കുന്നത് റവന്യൂ അധികാരികളാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രേഷൻ നടക്കുന്നത്. അപ്പോൾ കൃത്യമായും റവന്യൂ വനം വകുപ്പ് സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഭൂമാഫിയകൾക്ക് വേണ്ടി ഭൂമാഫിയകളായി അട്ടപ്പാടിയിൽ കൊടുക്കുന്നത്. അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് കാറ്റാടി കമ്പനി ഉൾപ്പെടെ കയ്യേറിയ പിന്നെ കൈവശം വെച്ചിരിക്കുന്ന നല്ല സിംഗിയിലെ 1275 സർവേ നമ്പർ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ. പുറത്തുവന്ന ഈ തട്ടിപ്പുകൾ മഞ്ഞുമലയുടെ ഒരു തുമ്പു മാത്രമാണ്. അട്ടപ്പാടിയിൽ വീണ്ടും 62 കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതിനാവശ്യമായ ഭൂമി ഭൂമാഫിയയുടെ കയ്യിൽ സ്വന്തമായുമുണ്ട്. ഇവർക്ക് വേണ്ടി സ്ഥാപിക്കാൻ പോകുന്ന സബ്സ്റ്റേഷന് വേണ്ടിയുള്ള ഭൂമിയും സർക്കാർ വില കൊടുത്തു വാങ്ങാൻ പോകുന്നത് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പേരെടുത്ത് പറഞ്ഞ ഭൂമാഫിയയുടെ കയ്യിൽ നിന്നാണ് എന്നതാണ് വിചിത്രം. അട്ടപ്പാടിയിൽ ആദിവാസികളെ വ്യവസ്ഥാപിത ഉന്മൂലനത്തിന് ഇരയാക്കും വിധം അവരെ അവരുടെ ഭൂമിയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കി അത് കോർപ്പറേറ്റുകൾക്ക് കൈമാറാൻ ഭരണകൂടവും കൂട്ടുനിൽക്കുന്നു. റവന്യൂ വകുപ്പിൻ്റെയും രജിസ്ട്രേഷൻ വകുപ്പിൻ്റെയും ഒത്താശയോടെ
അട്ടപ്പാടിയിൽ ഭൂമാഫിയയും കോർപ്പറേറ്റുകളും ഭൂമി വാങ്ങിക്കൂട്ടുന്നത് എന്തിനു വേണ്ടിയാണ്? ഇല്ലാത്ത ഭൂമിയുടെ പേരിൽ വ്യാജരേഖകൾ ഉണ്ടാക്കി ബാങ്ക് വായ്പകൾ എടുക്കാൻ വേണ്ടി മാത്രമല്ല. അട്ടപ്പാടി ഇന്നൊരു സ്വർണ്ണഖനിയാണ്. ആ സ്വർണ്ണഖനി തേടിയാണ് കോർപ്പറേറ്റുകൾ ഇവിടേക്ക് എത്തുന്നത്. സ്വർണ്ണ വജ്ര നിക്ഷേപങ്ങളാൽ സമ്പന്നമായ ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയുടെ അവസ്ഥയാണ് ഇന്ന് അട്ടപ്പാടിക്ക്. കോങ്കോയിലെ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ അവർക്ക് ആയുധം നൽകി കൊന്നൊടുക്കി അവിടെയുള്ള സ്വർണ്ണ നിക്ഷേപം കോർപ്പറേറ്റുകൾ കവരുന്നു. അട്ടപ്പാടിയിൽ സ്വർണ്ണ നിക്ഷേപവും രത്നങ്ങളുടെ നിക്ഷേപവും ഉണ്ടെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പുറത്തുവരുന്നത് 2005-ലാണ്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് അട്ടപ്പാടിയിലെ വരണ്ട കൃഷിയോഗ്യമല്ലാത്ത ഭൂമി വാങ്ങിക്കൂട്ടാൻ കോർപ്പറേറ്റുകൾ രംഗത്തെത്തിയത് എന്നത് യാദൃച്ഛികതയല്ല. ബംഗളൂരു ആസ്ഥാനമായ ഓസ്ട്രേലിയൻ ഖനന കമ്പനി ഡെക്കാൻ ഗോൾഡ് മൈൻ ഇവിടെ 2007 തന്നെ സ്വർണ്ണ പര്യവേക്ഷണം ആരംഭിച്ചു. ഈ കമ്പനി കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് നൽകിയ വാർഷിക റിപ്പോർട്ടിൽ അട്ടപ്പാടിയിലെ സ്വർണ്ണ നിക്ഷേപത്തെക്കുറിച്ച് വിശദാംശങ്ങളുണ്ട്. കാരണം ഒരിടക്കാലത്ത് ആദിവാസികൾ തന്നെ കിട്ടിയ വിവരത്തിൽ അവിടുന്ന് സ്വർണ്ണ ഖനനം നടക്കുന്നുണ്ട്, വൈരക്കല്ലുകൾ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തോ അതിന് കൂടുതൽ വിവരങ്ങൾ അറിയില്ല, പക്ഷേ ഉണ്ട് എന്ന് ആദിവാസികൾ തറപ്പിച്ച് പറയുന്നു. അത് ചില വ്യക്തികളായിട്ട് അത് കടത്തിക്കൊണ്ട് പോകലും അതിന് പോളിഷ്യയിലൊക്കെ എവിടെയോ നടക്കുന്നതായിട്ട്, തമിഴ്നാട്ടിൽ കൊണ്ടുപോയി നടത്തുന്നതായിട്ടൊക്കെ വിവരങ്ങൾ കിട്ടിയിരുന്നു. പക്ഷേ അവിടുന്ന് പിന്നീട് ഇന്ന് വന്നിട്ട് വൻകിട കമ്പനികൾ അവിടെ സ്വർണം ഖനനം ചെയ്യുന്നതിനുള്ള അപേക്ഷകൾ സർക്കാരിൽ കൊടുത്തതായിട്ടുള്ള രേഖകൾ പോലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് വീണ്ടും നീങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ആരൊക്കെയാണ് അവിടെ ഭൂമി വാങ്ങിക്കൂട്ടുന്നത് എന്ന് തന്നെ അറിയില്ല. അട്ടപ്പാടി ഇന്ന് ഏതൊക്കെയോ കോർപ്പറേറ്റുകളുടെ കയ്യിലോട്ട് ഭൂമി മുഴുവനായി തന്നെ അടങ്ങിപ്പൊക്കൊണ്ടിരിക്കുന്നു. ആ രീതിയിൽ അട്ടപ്പാടിയിലെ ഭൂമി മുഴുവൻ അന്യാധീനപ്പെടുകയാണ്. അട്ടപ്പാടിയിലെ മണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വർണവും അതുപോലെ തന്നെ മറ്റ് വിലപിടിപ്പുള്ള കല്ലുകൾ, വൈരക്കല്ലുകൾ, അക്കോമർ എന്ന് പറയുന്ന ആ രൂപത്തിലൊക്കെ പേരുകളൊന്നും നമുക്ക് അറിയില്ലെങ്കിലും ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ കല്ലുകൾ കുഴിച്ചെടുത്ത് വിൽപ്പന നടത്തുന്ന വൻ ആളുകൾ തന്നെ, വ്യാപാരികൾ അട്ടപ്പാടിയിൽ ഇഷ്ടംമാതിരി വന്നു പോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് സർവേ അട്ടപ്പാടിയിൽ നടക്കുന്നത്. ആ സർവേ എടുത്തുകയും അട്ടപ്പാടിയിലെ മണ്ണിൽ സ്വർണവും മറ്റ് ധാതുക്കളുടെ വൻ നിക്ഷേപം ഉണ്ടെന്നുള്ള സർവേ റിപ്പോർട്ടുകൾ പിന്നീട് നഷ്ടപ്പെട്ടു എന്നൊക്കെ പത്രവാർത്തകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത്തരമുള്ള റിപ്പോർട്ടിൻ്റെ പുറത്താണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് അട്ടപ്പാടിയിൽ വന്നുകൂടിയിരിക്കുന്ന മുഴുവൻ ഭൂമി വാങ്ങിക്കൂട്ടുന്ന വൻ കമ്പനികൾ വന്നുകൂടിയത്. കാറ്റാടിയൊക്കെ ഇതിൻ്റെ പുറകിലുള്ള ഒരു മറ മാത്രമാണ്. കൂടുതൽ പര്യവേക്ഷണത്തിനായി ഡെക്കാൻ ഗോൾഡ് മൈൻ അനുമതിക്ക് അപേക്ഷിച്ച് കാത്തിരിക്കുകയാണ്. 2013 ഖനനാനുമതിക്കായി കേന്ദ്രാനുമതി തേടാൻ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ചിരുന്നു. അനുമതി ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ് അത് സാധ്യമാവാതിരുന്നത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്ന ഭവാനി നദിയുടെ ഭ്രംശ താഴ്വരയിൽ തന്നെയാണ് കോർപ്പറേറ്റുകൾ ഭൂമി തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ്. ഈ കോർപ്പറേറ്റ് ഭൂമിക്കൊള്ള തടയാൻ എന്താണ് പരിഹാരം? മൂന്നാറിലേതിന് സമാനമാണ് അട്ടപ്പാടിയിലെ ഭൂമി പ്രശ്നം. മൂന്നാറിൽ കയ്യേറുന്നത് സർക്കാർ ഭൂമിയാണെങ്കിൽ ഇവിടെ ആദിവാസി ഭൂമിയാണെന്ന് മാത്രം. രണ്ടിടത്തും റവന്യൂ വകുപ്പ് വ്യാജരേഖകൾ ചമയ്ക്കാൻ കൂട്ടുനിൽക്കുന്നു. രണ്ടിടത്തും സർക്കാർ ഭൂമിയോ വനഭൂമിയോ ആദിവാസി ഭൂമിയോ അളന്ന് തിരിച്ചിട്ടില്ല. റവന്യൂ രേഖകളിലും സ്കെച്ചുകളിലുമെല്ലാം അന്തിമമല്ല എന്ന സീൽ പതിപ്പിച്ച് ഭൂമിയുടെ അതിരുകൾ തോന്നുംപടി മാറ്റിമറിക്കാൻ സൗകര്യമൊരുക്കിയിരിക്കുന്നു. കൃത്യമായ സർവേയാണ് പരിഹാരം. ഇപ്പം ചന്ദ്രശേഖരൻ വന്നതിന് ശേഷം ഈ സർവേയെ സംബന്ധിച്ച് ഇതുപോലുള്ള ഒരു പ്രശ്നങ്ങൾ വന്നു. എന്നിട്ട് ഒരു അദാലത്ത് വെച്ചു, പരിഹരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അത് എങ്ങനെ വേണമെന്നുള്ളത് ഒന്ന് സീരിയസ് ആയിട്ട് അവർ ആലോചിച്ചിട്ട് വീണ്ടും തുടങ്ങുന്നതിനാണ് ശ്രമിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ പ്രഖ്യാപനങ്ങൾക്കപ്പുറം അത് നടപ്പാക്കാൻ റവന്യൂ വകുപ്പ് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച CPI എന്ന പാർട്ടിക്കും ആവുന്നില്ല. ഭൂമി കുംഭകോണങ്ങളിൽ ആ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ വരെ ഉൾപ്പെട്ടിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന നേതൃത്വം ഇതൊന്നും അറിയുന്നില്ല. CPIക്കും റവന്യൂ വകുപ്പിനും ഒരു മനസ്സറിവും ഇല്ലാതെ തന്നെയാണ് പോകുന്നത്. ഉണ്ടെന്ന് ഞാൻ പറയില്ല, അറിയില്ല. CPIക്ക് അറിയില്ല, CPIയുടെ ഏതെങ്കിലും വ്യക്തികൾ അറിയുമായിരിക്കും. റവന്യൂ വകുപ്പിനൊന്നും, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പലരും അറിയുമായിരിക്കും. റവന്യൂ വകുപ്പ് എന്ന് പറഞ്ഞാൽ അത് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയോ പാർട്ടിയോ ഇത്തരം കാര്യങ്ങളിൽ ഒരു തുള്ളി വെള്ളം ചേർത്താൻ സന്നദ്ധമല്ല, ചെയ്യൂല. വളരെ സ്ട്രോങ് ആയിട്ട് ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കും. അട്ടപ്പാടിയിൽ നടക്കുന്നത് ഒന്നും അറിയാതെ പ്രഖ്യാപനങ്ങൾ കൊണ്ട് മാത്രം നാട് ഭരിക്കാനാവില്ല. 2007 അന്നത്തെ റവന്യൂ മന്ത്രി KP രാജേന്ദ്രന്റെ പേരിൽ ഭൂമി വാങ്ങി രജിസ്റ്റർ ചെയ്ത് കാണിച്ചു മാധ്യമപ്രവർത്തകർ. എന്നിട്ടും റവന്യൂ വകുപ്പിനോ CPIക്കോ കുലുക്കമുണ്ടായിട്ടില്ല. ഞങ്ങളൊന്നും അറിയുന്നില്ല എന്ന വാദത്തിന് ഭരണകൂടത്തിനും രാഷ്ട്രീയ പാർട്ടികൾക്കും അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹം മാപ്പ് നൽകില്ല.
നന്ദി.